പിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. എനിക്ക് അവസാനം ഇവിടെ എത്തണം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഈ യാത്ര വളരെ നിർണായകമായ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഈ യാത്രയുമായി ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ മുഴുവൻ പിന്തുണയുമായിട്ടാണ് ഞാൻ വീണ്ടും യാത്ര തുടരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. ഈ 10 വർഷക്കാലത്തെ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ പിറവി കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സമസ്ത മേഖലകളും ഇവർ തകർത്തിരിക്കുകയാണ്. എല്ലാ മേഖലകളും. ഒരു നാടിന്റെ ഘടന എന്ന് പറയുന്നത് അതിന്റെ നട്ടെല്ല് നാടിന്റെ സമ്പദ്ഘടനയാണ്. ആ നട്ടെല്ല് ഇവർ തകർത്ത് കളയും. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് നമ്മളെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നം എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയാണ്. ഒരു ജപ്തി നോട്ടീസ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ജപ്തി നോട്ടീസുകൾ കേരളം മുഴുവൻ പ്രവഹിക്കുകയാണ്. കടക്കെണിയിലാണ് ആളുകളെല്ലാം. എല്ലാ സ്ഥാപനങ്ങളും തകരുകയാണ്. വൈദ്യുതി ബോർഡ് നമ്മുടെ കാലത്ത് ലാഭത്തിലുണ്ടാക്കിയതാണ്. 22 പൈസ കുറച്ചു കൊടുത്തതാണ് ഒരു യൂണിറ്റിന്. ഇപ്പോൾ 50,000 കോടി രൂപയുടെ കടമാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ആശുപത്രിയിൽ മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികൾ. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികൾ. KSRTC തകരാറിലായി. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. ക്ഷേമനിധികളെല്ലാം തകരുകയാണ്. സംസ്ഥാനം വല്ലാത്തൊരു ദുര്യോഗത്തിലാണ്. എന്നിട്ട് ഇവരെല്ലാം ശരിയായി വീണ്ടും നമ്മുടെ നികുതി പണം എടുത്ത് സംസ്ഥാനം മുഴുവൻ ബോർഡുകൾ വയ്ക്കുക. എല്ലാം ശരിയാക്കിയെന്നാണ് പറയുന്നത്. എല്ലാം ശരിയാക്കി ഒരു പരുവത്തിലാക്കി എന്നതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ കേരളത്തിൽ പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരേണ്ട ഒരു മുന്നണിയാണ്. എവിടെയാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമുക്ക് വിജയിക്കണം. എവിടെയെല്ലാമാണ് ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയത് അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കണം. കഴിഞ്ഞ 2 വർഷമായി കഠിനാധ്വാനം നടത്തി ഊണില്ലാതെ ഉറക്കമില്ലാതെ ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിൽ ഒരു മുന്നണിയും ചെയ്യാത്ത ഈ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുമായി സംസാരിച്ച കർമ്മ പരിപാടികളുമായിട്ടാണ് UDF വരുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സർവ്വസന്നാഹത്തോടെ വരുന്നത്. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ പുനരുജ്ജീവിപ്പിക്കും. കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ ഖജനാവിന്റെ ചോർത്തൽ തടഞ്ഞുകൊണ്ട്, നമ്മുടെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കും. ഒരു ഗവൺമെന്റിന്റെ ചുമതല ഖജനാവ് നിറയ്ക്കുക എന്നതാണ്. ഖജനാവ് നിറച്ചാൽ നമ്മുടെ വാക്കാണ് പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ വിഷമങ്ങൾ മാറ്റി, അവന്റെ കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, ആശുപത്രിയിൽ പോയിട്ട് വയറ്റിൽ കത്രികയുമായി 5 വർഷമായി നടക്കുന്നു. ഒരു കുഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അത് വെറുതെ വീണ് പൊട്ടിയതാണ്. ആശുപത്രിയിൽ ചെന്ന് ചികിത്സ മോശമായപ്പോൾ അതിൻ്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഞാനതൊരു ദിവസം TV കണ്ടപ്പോൾ അതിൻ്റെ അമ്മ പറയുന്നു, കൈ മുറിച്ചു മാറ്റി തിരിച്ച് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞ് ചോദിച്ചു, എൻ്റെ കൈ എവിടെ അമ്മയെന്ന്. ആ കുട്ടിക്ക് ഒരു കൈ വെച്ച് കൊടുക്കാൻ തയ്യാറാകാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ക്രൂരന്മാരുടെ സർക്കാർ. ഒരു കൊച്ചു കുഞ്ഞിനൊരു
യന്ത്ര കൈ വെച്ചു കൊടുക്കാൻ അതിന് മനസ്സില്ലാത്ത 5 വർഷമായി വയറ്റിൽ കത്രിക കൊണ്ട് നടന്ന ഒരു സ്ത്രീ അനുഭവിച്ച വേദന കണ്ടിട്ട് അതിനൊരു സഹായം കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് കേരളം ഭരിക്കുന്നത്. വെന്റിലേറ്ററിലായ ഈ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ നമ്മൾ ആരോഗ്യവതിയായി നടത്തുക തന്നെ ചെയ്യും. നമ്മൾ ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി, ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് ഹെൽത്തിന്റെ വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചു. ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. അത് നമ്മൾ കേരളത്തിൽ നടപ്പാക്കും. ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സ തേടി ആളുകൾ കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി നമ്മൾ നമ്മുടെ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും. ഇന്നലെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പോയി പഠിക്കുന്നു. ഞാൻ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ലോണിന് വേണ്ടി വിളിച്ചു പറയുന്നു. ഞാൻ പറയുന്നു, UDF വരുമ്പോൾ അവർ ജർമ്മനിയിൽ, UK യിൽ, ഓസ്ട്രേലിയയിൽ, കാനഡയിൽ എല്ലാം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കും. പഠിച്ചു പുറത്തു വരുമ്പോൾ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം. അങ്ങനെ കേരളത്തിൽ ആദ്യമായി സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കർഷകരെ ചേർത്ത് നിർത്തുന്ന ഒരു കാർഷിക പാക്കേജ് അതെല്ലാം ഉണ്ടാകും. നമുക്കൊരു സ്വപ്നതുല്യമായ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ ഈ തീരപ്രദേശം കടൽ 600 കിലോമീറ്ററാണ്. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, വിഴിഞ്ഞവും കൊച്ചിയും. ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി തുറമുഖങ്ങളുണ്ട്. ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ മിഷൻ സമുദ്ര എന്നുള്ള പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% അതിന്റെ 4/1 ചെലവിൽ കടലിലൂടെ പോകും. റോഡ് ഫ്രീ ആവും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ് പാസഞ്ചേഴ്സിനെ കൊണ്ടുവരും. 3ാം ഘട്ടത്തിൽ നമ്മുടെ നദികളുമായി അതിനെ സംയോജിപ്പിച്ച് അതിവിശദമായ ഒരു ടൂറിസം പ്രോജക്ട്. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള നമ്മുടെ സ്വപ്ന പദ്ധതി. ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ എന്നോട് പറഞ്ഞത്, ഇതുപോലൊരു പദ്ധതി നടപ്പാക്കാൻ പറ്റിയ സ്ഥലം ലോകത്തൊരിടത്തും ഇല്ല എന്നാണ്. ദൈവത്തിന്റെ വരദാനമായി, പ്രകൃതിയുടെ വരദാനമായി നമുക്ക് കിട്ടിയ നമ്മുടെ പ്രത്യേകതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നിരവധി പദ്ധതികളും കൃത്യമായ ബദലുകളുമായിട്ടാണ് UDF വരുന്നത്. ഞാൻ എല്ലാം പറയുന്നില്ല, കാരണം കുറച്ച് സസ്പെൻസാണ്. പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമാവും. ഇത് ഭരണമാറ്റത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി മാത്രം വരുന്നൊരു വരവല്ല. ഇത് കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി വരുന്ന വരവാണ് എന്ന് തിരിച്ചു ബോധ്യമാവും. ഞാൻ നമുക്ക് ഉറപ്പ് നൽകുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. എന്താണ്? UDF ഇനി കേരളത്തെ പുറകിലേക്ക് നടത്തില്ല, കേരളത്തെ മുന്നോട്ട് കുതിപ്പിക്കും. UDF നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ നമ്മൾ മാറ്റുക തന്നെ ചെയ്യും. ഇവിടെ എന്താ ചർച്ച? ഇവിടെ വർഗീയത മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. സംഘപരിവാറിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാം. ആരെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന കണ്ടാൽ അവർക്ക് സങ്കടമാണ്. അപ്പൊ വിദ്വേഷ പ്രചരണം നടത്തി നമ്മളെ തമ്മിലടിപ്പിക്കും. നമ്മൾ ശത്രുക്കളാകുന്നത് കാണുമ്പോൾ അവർക്ക് ആശ്വാസമാണ്. എന്റെ സങ്കടം, സംഘപരിവാറിന്റെ അതേ പാതയിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുന്നു. വർഗീയതയ്ക്ക് തിരികൊളുത്തുകയാണ് പിണറായി വിജയൻ. അത് കുറെ കിങ്കരന്മാർ ഏറ്റുപാടുകയാണ്. ഇവിടെ വർഗീയത വന്നാൽ നമ്മുടെ സ്ഥിതി എന്താവും? നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താവും? അതുകൊണ്ട് നമ്മൾ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിങ്ങൾക്കതിൽ അത്ഭുതം കാണില്ല, കാരണം നിങ്ങളത് കേട്ടു പഴകിയതാണ്. നിർണായകമായ സമയത്ത് നമ്മൾ കേരളത്തോട് പറഞ്ഞു, ഇവിടെ ആരും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട. ഇവിടെ ഒരാളും വർഗീയത പറയാൻ വരണ്ട, ഒരു കോല കൊമ്പനും വരണ്ട വർഗീയത പറയാൻ. വർഗീയത പറഞ്ഞാൽ നമ്മൾ എതിർക്കും. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിന്നപ്പോൾ പോലും നമ്മൾ എതിർത്തിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ എതിർത്തിട്ടുണ്ട്. ചിലർ വരും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, അതുകൊണ്ട് അത് കണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി. വർഗീയത പറഞ്ഞ് പേടിപ്പിക്കാൻ വരരുത് ആരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ്. പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചു നാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന കേരളത്തിൽ
അതിന് തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ നമ്മൾ അതിനെ അനുവദിക്കില്ല. അതാണ് നമ്മളുടെ ഈ മതേതര നിലപാട്. ഇരുകൈകളും നീട്ടി മതേതര കേരളം അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം അഭിമാനത്തോടെ തല ഉയർത്തി രാജ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയും, ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാതൃകയാക്കാം.